നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ പുൽത്തകിടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിവിടെ പുൽത്തകിടി പകുതി മാത്രമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ഒരു 10 വർഷം മുന്നേ ചെയ്തതാണ്. ഈ പല ഡിസൈനുകളും ചെയ്തിട്ടുണ്ട്. ചെറിയ പാറകളുള്ള അതിൻ്റെ മേലെ നിന്നാണ് വെള്ളം ഒഴുകിയിട്ട് വരുന്നത്. ഈ സൈഡൊക്കെ പുല്ല് പോയിട്ടുണ്ട്. ഈ ഇടത് സൈഡിൽ ആണ് നമ്മളിപ്പോൾ പുല്ലൊക്കെ പറിച്ച് വളം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ മേലെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് ഈ കുളത്തിലോട്ടാണ് ഇത് വരിക. ഇതിന് മോട്ടറിൻ്റെ മേൽഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വെള്ളം വലിച്ച് ഈ ചാലിലൂടെ അത് അയക്കാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ അവിടെ കുളത്തിൽ, ഈ വലിയ കുളത്തിൽ മീനൊന്നുമില്ല, ചെറുതിലുള്ള മീൻ. അതിൽ ഗപ്പികളുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല. ഈ ചെടി ഒരു 25 വർഷത്തിലേറായിട്ടുണ്ട്. പൂവിടുന്ന ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കരുതും, പക്ഷേ പൂവിടുന്നില്ല. പൂവിട്ടാൽ ഈ ചെടി പോകും. പിന്നെ അതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ ഗാർഡനിൽ ഇങ്ങനത്തെ ഓരോരോ പനകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇവിടെ ഈ കുറച്ച് പുല്ല് പോയിട്ടുണ്ട്. ഈ ചെടി നമ്മളിവിടെ പൂവിടില്ല കേട്ടോ. ഈ തൂണിലുള്ള അത് നല്ല തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ പൂവിടുള്ളൂ. അതുമാതിരി തന്നെ ഇവിടെ തെച്ചിയുണ്ട്. ഈ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിർത്തിയ പൂവ് ഏതായാലും വരണില്ല. ഇത് ഒരു 5-6 വർഷം മുന്നേ ചെയ്തതാണ്. ഒരു പ്രാവശ്യം ഒരു 4 പൂവ് കിട്ടും. പിന്നെ ഇവിടെ തെച്ചി ചെയ്തിട്ടുണ്ട്. മഞ്ഞ തെച്ചിയാണ്, നല്ല പൂവ് ഇടുന്നുണ്ട്. അത് ചെറിയ മുട്ടുകൾ വന്നിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ ഇവിടെ ഈ പാറകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ മേൽഭാഗത്ത് ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് നേരെ ഇങ്ങനെ ഈ വലിയ കുളത്തേക്കാണ് പോവുകയാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇവിടെ ഈ സൈഡിൽ ഈ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് താഴെ ഭാഗത്ത് ഇതാണ് അതിൻ്റെ ടാങ്ക് ഇവിടെ വരുന്നത്. അവിടെ തന്നെ മോട്ടർ വെച്ചിട്ടുണ്ട്. ചെറിയൊരു കിണറിൻ്റെ മാതിരി ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ പുല്ല് കളനാശിനി അടിച്ച് കളഞ്ഞതാണ്. നിറച്ച് കളകളുണ്ടായിട്ട് ഇതിലാണ് ഇവിടെയാണ് മോട്ടർ വെച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ ഈ ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് കണക്റ്റാണ് വലിയ കുളത്ത്. അത് ഈ മേൽഭാഗത്ത് കൂടെ ഇവിടെ ചാടിയിട്ട് ഇങ്ങനെ വലിയ കുളത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പുല്ല് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് പിന്നെ ഒരു പൈനാപ്പിളാണ്. ഇത് ഇത്ര തന്നെ വലുതാവുള്ളൂ. ഇത് കൂടുതലായിട്ട് വലുതാവുന്നുള്ളത് ഒരു അലങ്കാരത്തിന് മാത്രം, കഴിക്കാനൊന്നും പറ്റില്ല. അത് പൊളിച്ചാൽ തന്നെ ഒരു മധുരം ഉണ്ടാവില്ല. പിന്നെ ഇത് താമര ചെയ്തിട്ടുണ്ട്. താമര വലിയ ഇലകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഗപ്പിയുണ്ട്. നിങ്ങൾക്ക് പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഗപ്പിൻ്റെ. അത് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് ഈ ക്യാമറയിലെന്ന് അറിയില്ല. നിറയെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് ഗപ്പിൻ്റെ. പക്ഷേ വലിയ കളറുള്ള ഗപ്പികളൊന്നുമല്ല. ഒരു ഗോൾഡൻ കളറ്, പിന്നെ ഒരു ബ്ലൂ കളറുണ്ട്, പിന്നെ ബ്ലൂവിൽ റെഡ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതൊരു പന പോലത്തെ ചെറിയൊരു ഓരമുള്ള ചെടിയാണ്. നമ്മൾ ഈ പുൽത്തകിടി സെറ്റ് ചെയ്യുമ്പോൾ അത് വെട്ടിയതാണ്. ഈ ഭാഗം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വളമൊക്കെ ചെയ്ത് ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. ഓരോ ഭാഗങ്ങൾ ചെയ്തു വരികയാണ്. ഇവിടെയൊക്കെ നല്ല പുല്ല് ചെത്തി ഇപ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നത്. ഇത് വെർട്ടിക്കൽ ഗാർഡനാണ്. ഇങ്ങനെ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുള്ളൂ. പല കളറ് ചെടികളും ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ. വെർട്ടിക്കൽ ഗാർഡൻ മഴ കൊള്ളാത്തടത്ത് വെക്കണം. പക്ഷേ ഞാനിത് ചെയ്തിട്ടുള്ളത് കുറച്ച് മഴ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അതത്ര ഒരു ഉഷാറായിട്ട് വളരുന്നില്ല. മഴ കൊള്ളാത്ത സ്ഥലത്തായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടി ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പൈപ്പുണ്ട്. അതിൽ വേറെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്നത് വെച്ചാണ്. ഈ ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് വരണുള്ളൂ. ഈ പുല്ലിന് നമ്മൾ പിന്നെ വളം ചെയ്യുമ്പോൾ കാലിവളം ഇടാതിരിക്കുക.
പിന്നെ ഇതൊരു മുള്ളുള്ള ചെടിയാണ്. ഇത് ഭയങ്കര അപകടകര ഒരു ചെടിയാണ്. ഈ മുള്ള് വളരെ ഷാർപ്പാണ്. കുട്ടികളൊക്കെ മേത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടിച്ചലും പിന്നെ ഒരു മുറിയാകാനും സാധ്യതയാണ്. വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണിത്. ഇതങ്ങനെ നിന്ന് വളർന്നോളും. ഒരു കള്ളിച്ചെടി പോലെ ഒക്കെയുള്ള മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടീൻ്റെ ആയതുകൊണ്ട് തന്നെ അതിന് വലിയ മണ്ണൊന്നും വേണ്ട. ഞാനിത് ഇങ്ങനെ അവിടെ പറിച്ചവിടെ വെച്ചിട്ടുള്ളതാണ് ഈ ചട്ടിയിൽ. അത് ഒരുപാട് ദിവസമായി, ഒരു 2 മാസമായത്. അങ്ങനെ അതിൽ വളരുന്നുണ്ട്. മണ്ണൊന്നും വേണ്ട. അതങ്ങനെ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കും, അത്രേ ചെയ്യണുള്ളൂ. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട ഈ ചെടിക്ക്. പിന്നെ ഈ മുള്ള് കുത്താതിരിക്കുക, കോഴിമുട്ടത്തോടായും അങ്ങനെ വെക്കണത് ഒരു ഭംഗി കിട്ടും. പിന്നെ കുട്ടികൾ ശരീരത്തിൽ കൊള്ളാതെ നോക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ധാരാളം തൈകളുണ്ട്. ഇതൊക്കെ ഞാൻ ചെറിയ ചട്ടികളിലാക്കിയിട്ട് വലുതാകുമ്പോൾ തോറും വലിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടാണ് ചെയ്യാറ്. അതന്നെ അത് കുട്ടികളെ ഒന്നും തട്ടാത്ത സ്ഥലത്ത് നോക്കുക. പിന്നെ ഈ വാഗമരം ഇവിടെ നല്ല പൂവുണ്ടായിരുന്നു. പക്ഷേ ഈ പുല്ലിനൊരു പ്രശ്നമായതുകൊണ്ട് വെട്ടി. പിന്നെ ഇതിടെ ഇലച്ചെടികളുണ്ട്. ഇലച്ചെടി പിന്നെ ഇങ്ങനെ തളിര് ഇലയായി വരുന്നുള്ളൂ. പിന്നെ ഒരു മുണ്ട ചെടിയാണ്, ഇതിൻ്റെ പേരറിയില്ല. ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ്. നമ്മൾ ഈ പുൽത്തകടിയിൽ ഇടയ്ക്ക് ഓരോ വലിയ മരങ്ങളൊക്കെ വെക്കുന്നതും നല്ലതാണ്. പിന്നെ ഈ പന, അതൊരു ഭംഗിയുള്ളതാണ്. പിന്നെ ഈ കുളത്തിൽ മീനുകളിന് എന്തെങ്കിലും മീൻ കൊടുത്ത് കോഴിക്കാർപ്പ് എന്തെങ്കിലും അങ്ങനത്തെ വലുതാവണ മീനുകൾ ഇടണമെന്ന്, ഭംഗിയുള്ള മീനിടണമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇവിടെ തെച്ചി ഒക്കെ ഉണ്ട്.